പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖം മരണരഥത്തിൽ വന്നെത്തി. ദൈവമേ, എന്നേറ്റം പോയോ? ഇത്ര പെട്ടെന്ന് എന്നേറ്റം പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ ദൈവമേ. ഇന്നലെ കൂടി പഞ്ചായത്തിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തേച്ചും വന്ന മനുഷ്യനാണ് ഈ കിടക്കണത്. എനിക്ക് സഹിക്കാൻ പറ്റണില്ലേ. അയ്യോ, എന്റെ ചാച്ച, എന്റെ ചാച്ച, ഞങ്ങളേറ്റിട്ട് എന്റെ ചാച്ചൻ പോയോ? ഇന്നലെയും കൂടി ഞാൻ ഫോൺ ചെയ്തപ്പോ അമ്മച്ചി പറഞ്ഞതാണല്ലോ ചാച്ചൻ പഞ്ചായത്തിൽ പോയിന്ന്. എന്റെ അമ്മച്ചി, എന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? എനിക്ക് വല്ല എഴുതി വെച്ചിട്ടാണോ ചാച്ചൻ പോയത്? ഇപ്പോഴാണോ ഇതൊക്കെ ചോദിക്കാൻ കേട്ട സമയം? സ്വർണത്തിന് വില കൂടിയ സമയത്ത് നീ മാലയൊക്കെ പുതുക്കി പണിതോടി. എത്ര കാലം ഉണ്ടടി ഇത്? കാണാനൊരു പൂച്ചയില്ല. നമ്മുടെ പ്രിയപ്പെട്ട മത്തായി ചേട്ടൻ നമ്മുടെ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് പാർട്ടിക്ക് നിർത്താനാവാത്ത വിടവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരുണത്തിൽ ദുഃഖാർത്തരായ ഭാര്യയോടും കുടുംബത്തോടും പാർട്ടി പങ്കുചേരുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ പാർട്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അല്ല, ഈ ആൺമക്കളാരും ഇവിടെ ഇല്ലല്ലോ, അവര് വിദേശത്തല്ലേ? UK അമേരിക്കയിലെന്തോ ആവോ. അവര് വരാതെ എങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അപ്പോൾ അതുകൊണ്ടൊരു പണി ചെയ്യാം. എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് തൽക്കാലം നമുക്കിത് മോർച്ചറിലേക്ക് മാറ്റാം. മരിച്ചുപോയി, മക്കളൊക്കെ വിദേശത്താണ്. അപ്പം മക്കൾ വിദേശത്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ടിക്കറ്റ് കിട്ടിയാന്ന് അറിയാൻ കൺഫർമേഷൻ ഇല്ല. അവിടെ ഈ യുദ്ധം നടക്കുന്നത് കാരണം അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. അതിപ്പോ ടിക്കറ്റ് ഇടാൻ താമസിച്ചിരിക്കും. തേടി ദൈവത്തോടും തോന്നുവാ